ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് വളരെ അനുഗ്രഹപ്രദമായി തീർന്ന ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 90-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. അതിപ്രകാരം പറയുന്നു: ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ മോശയാണ് ഈ സങ്കീർത്തനം രചിച്ചതെന്ന് നമുക്ക് ഈ തിരുവെഴുത്ത് കാണുവാൻ തക്കണം സാധിക്കും. അഹരോൻ്റെ മരണത്തിന് ശേഷം അതിനോടനുബന്ധിച്ച് രചിച്ചതാണ് ഈ സങ്കീർത്തന ഭാഗമെന്ന് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കും. തുടക്കത്തിൽ പറയുന്നുണ്ട് ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന. ഈ അന്ത്യകാലത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്ന് മോശ ഇന്ന് പാൽക്കാലം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മുടെ ആയുസ് 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. ആ 80 വയസ്സ് വരെ ഈ ഭൂമി ജീവിക്കുവാൻ നമുക്ക് ദൈവം അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് ജീവിക്കാൻ കിട്ടുന്ന ഓരോ ദിവസവും നമ്മുടെ ഭാഗ്യമാണെന്ന് നമ്മൾ കരുതിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കുവാൻ തക്കവണ്ണം. ഈ സങ്കീർത്തന ഭാഗം നമ്മൾ വളരെ ഏറെ കേൾക്കുന്നത് മരണ വീടുകളിലാണ് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. അനേകർ ഈ വേദഭാഗങ്ങൾ വായിച്ച് അനേകർക്ക് ആശ്വാസം പകരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കും. ജ്ഞാനമുള്ള ഹൃദയം നമ്മൾ പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാളുകളെ എണ്ണി നമ്മൾ മുൻപോട്ട് പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതമായി നമുക്ക് തീരുന്നത്. ഇവിടെ 3 തിരിച്ചറിവ് നമുക്ക് ഈ വേദഭാഗത്ത് നമുക്ക് മോശ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നാളുകളെ എണ്ണുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന് 90-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യമാണ്: നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുന്ന ഇപ്രകാരം: നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിൻ്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നമ്മൾ പരസ്യ പാപങ്ങൾ പലപ്പോഴും നമ്മൾ ദൈവസ്ഥാനത്തിൽ ഏറ്റു പറയാറുണ്ട്, നമ്മൾ ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കാറുണ്ട്. എങ്കിലും രഹസ്യ പാപങ്ങളെ പലപ്പോഴും നമ്മൾ ഒളിച്ചു വെക്കാറാണ് പതിവ്. എന്നിരുന്നാൽ ഈ ആയുസ് നമ്മൾ എണ്ണുമ്പോൾ നമ്മുടെ രഹസ്യ പാപങ്ങളെ നമ്മൾ എണ്ണുവാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. നമുക്കറിയാം, യോശുവ ഹായി പട്ടണം പിടിക്കുവാൻ തക്കവണ്ണം ഉറ്റുനോക്കുവാൻ തക്കവണ്ണം അവിടെ ആൾക്കാരെ വിട്ടതിന് ശേഷം അവിടുത്തെ ജനം തിരിച്ചു വന്ന് പറഞ്ഞത്, ജനം എല്ലാം പോകണമെന്നില്ല, ഹായിയെ ജയിച്ചടക്കുവാൻ 2000-ഓ 3000-ഓ പേരോ പോയാൽ മതി, സർവ്വജനത്തിനെയും അവിടേക്ക് അയച്ച് കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല, അവർ ആൾ ചുരുക്കം അത്രേ എന്ന് പറഞ്ഞു. അങ്ങനെ ജനത്തിന് ഏകദേശം 3000 പേർ അവിടെ പോയി. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. ഹായി പട്ടണക്കാർ അവരെ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിക്കൽ തുടങ്ങി ശെബീരം വരെ പിന്തുടർന്നു. നമുക്കറിയാം, ആ ചെറിയ പട്ടണം പിടിക്കുവാൻ തക്കവണ്ണം ഇത്രയും ആൾക്കാർ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അത്രയും ആൾക്കാർ പോയി അവിടെ തോറ്റുപോയി എന്ന് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കും. നമുക്കവിടെ ചെറിയ പാപം, ആകാൻ്റെ ഒരു പാപമാണ് അവർക്ക് തോൽവിക്ക് കാരണമായി തീർന്നതെന്ന് കാണുവാൻ തക്കണം സാധിക്കുന്നു. അതിൻ്റെ 12-ാമത്തെ വാക്യം യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു:
ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തര തീർന്നതുകൊണ്ട് ശത്രുക്കൾ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറകോട്ട് ഓടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുക ഇല്ല എന്ന് പറഞ്ഞു. നമ്മുടെ രഹസ്യ പാപങ്ങളെ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് വസിക്കുവാൻ തക്കോണം ഒരിക്കലും കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നാളുകളെ എണ്ണുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മുടെ രഹസ്യ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയണം. കാരണം നമ്മുടെ രഹസ്യ പാപങ്ങളെ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു എന്ന്. ദൈവം എപ്പോഴും മുഖപ്രകാശത്തിൽ നമ്മുടെ പാവങ്ങളെ കാണുവാൻ തക്കൊണ്ട് സാധിക്കും. നമ്മുടെ നാളുകളെ എണ്ണുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ വരവിൽ നമ്മളും എടുക്കപ്പെടുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം അതിൻ്റെ 90-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്, ഒരു മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം. ഇത് നമ്മളുടെ മോശ ഒരു ആഹ്വാനം പോലെ അല്ലെ ഉപദേശം പോലെ നമ്മോട് തരികയാണ്. നമുക്ക് ആയുസ് അത്ര മാത്രമേ ദൈവം ഈ ഭൂമിയിൽ വെച്ചിട്ടുള്ളൂ. നമുക്കറിയാം പാപത്തിന് ശേഷമാണ് മനുഷ്യൻ്റെ ആയുസ് ഇത്രമാത്രം കുറഞ്ഞതെന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. 900-ൽ പരം ആയുസ്സിൽ ജീവിച്ചിരിക്കുന്ന അനേകരെ വിശുദ്ധ വേദവസ്തു ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആയുസ് 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം. പിന്നെ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അതിന് പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ 80 വയസ്സ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രയെന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാളുകളെ നമുക്ക് എണ്ണുവാൻ തക്കോണം പഠിക്കാം. നമുക്ക് നാളുകളെ എണ്ണി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രമപ്പെടുത്തുവാൻ തക്കോണം സാധിക്കുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. നമ്മൾ എത്ര ക്ഷണികരാണെന്ന് ഈ തിരുവചനം നമ്മളെ വളരെ വ്യക്തമാക്കി പറയുന്നു. ഒരു മനുഷ്യൻ എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമ്മൾ എപ്പോഴും എങ്ങനെയുള്ളവരാണ്? നമ്മൾ ഇവിടെ നമ്മോട് പറയും, നമ്മൾ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചയും ചിരസ്ത്രവുമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മൾ രക്ഷയുടെ വസ്ത്രങ്ങൾ ഇവിടെ പറഞ്ഞ് രക്ഷയുടെ സ്നേഹവും എന്ന കവചവും ചിരസ്ത്രവുമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായി നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഈ കാലയളവിൽ നമ്മൾ സുബോധത്തോടെ ജീവിക്കണം. നമ്മൾ ഇരുളിലുള്ളവരല്ല, നമ്മൾ പകലിലുള്ളവരാണ്. അതുകൊണ്ട് തീർച്ചയായും ദൈവമക്കളായ നാം ഓരോരുത്തരും നമ്മൾ പകലിലുള്ളവരെ പോലെ പ്രകാശത്തിൽ നടക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം നമ്മളെ ഈ വേദഭാഗം നമ്മളെ ഉപദേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഇങ്ങനെയൊരു ചിന്ത ഇന്ന് പാൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഇടുവാൻ തക്കണം സാധിക്കുന്നതായിട്ട് കാണുവാൻ തക്കണം സാധിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിലും നമ്മുടെ ആയുസ് 70 സംവത്സരമാണെന്ന് നമ്മൾ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ തക്കണം സാധിക്കുന്നു. വീണ്ടും 90-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, നിൻ്റെ കോപത്തിന് ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഒരു ചോദ്യചിഹ്നമാണ് ഇവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നത്. മോശ ദൈവത്തിൻ്റെ കോപം മരുഭൂമിയിൽ വെച്ച് നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, മോശയെ വിളിച്ച് തിരിച്ച് മിസ്രൈം ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന വഴികളിലൊക്കെയും ഇസ്രായേൽ മക്കൾ പലപ്പോഴും ദൈവത്തോട് മത്സരിച്ചപ്പോഴും ദൈവജനത്തോട് മത്സരിച്ചപ്പോഴും മോശയോട് മത്സരിച്ചപ്പോഴും ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ഇറങ്ങി വന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. ആ കോപം വളരെ അടുത്ത് നിന്ന് കണ്ടതും കേട്ടതുമായ മോശ പറയുകയാണ്, നിൻ്റെ കോപത്തിൻ്റെ ശക്തിയെ നിന്നെ ഭയപ്പെടുവാൻ തക്കണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവർ ആർ? അവിടെ പറയുന്നു, ഞാനുമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. നമുക്കറിയാം, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്കറിയാം 2024 സമയത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മളിനി എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് ആർക്കും ഒരു നിശ്ചയമില്ല. ഇന്ന് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകണം. മരണമെന്ന ആ ഒരു ശത്രുവിനെ ജയിച്ചത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. നമുക്ക് മരണം നമ്മുടെ മുമ്പിൽ എപ്പോഴുമുണ്ട്. നമ്മുടെ നാളുകളെ നമ്മൾ എണ്ണി നമ്മൾ മുന്നോട്ട് ജീവൻ നയിക്കുകയാണെങ്കിൽ തീർച്ചയായും കർത്താവിൻ്റെ വരവരെയും നമുക്ക് ഒരുങ്ങി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവർ. ദൈവത്തിൻ്റെ കോപം നേരിട്ട് കണ്ടുള്ള വ്യക്തിയായിരുന്നു മോശ എന്ന് പറയുന്നു. യഹോവ വലിയവനും ഏറ്റവും സുസ്ഥിരനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. ഈ ഭൂമിയിലുള്ള സകല ദേവന്മാരെക്കാളും അന്യദേവന്മാരെക്കാളും
ഇവിടെ പറയുന്നു, സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനായ ഒരു കർത്താവാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആ കർത്താവിനെയാണ് നമ്മളെപ്പോഴും ഭയപ്പെടേണ്ടത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 14-7 വാക്യം ദൈവത്തെ ഭയപ്പെട്ട അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധി നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക. അതാണ് സകല മനുഷ്യർക്കും വേണ്ടുന്നത്. നമുക്കറിയാം, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ ദൈവം മാറിപ്പോയതായിട്ട് മനുഷ്യരെ പഠിപ്പിക്കുന്നു. മാനുഷിക കൽപ്പനകളുടെ പുറകെ മനുഷ്യൻ ഓടി നശിച്ചു പോകുന്നതായിട്ട് കാണാൻ തക്കണം സാധിക്കുന്നു. പ്രിയ സഹോദരൻ, എന്നെ കേൾക്കുന്ന ഈ യൂട്യൂബ് ചാനലിൽ ദൈവമേ അനേകർ ഉണ്ടെന്ന് കേൾക്കുവാൻ തക്കണം സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് തീർച്ചയായും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവമേ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവമേ ഞങ്ങളുടെ നാളുകളെ എണ്ണുമ്പോൾ ദൈവമേ കൽപ്പന പ്രകാരം നമ്മുടെ ഓരോ ദിവസവും നീക്കുവാൻ തക്കവണ്ണം നമ്മുടെ വിശുദ്ധ ശബ്ദ അനുസരിച്ചുകൊണ്ട്, വിശുദ്ധ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഭാഗത്തോട്ട് നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം സഹായിക്കും. നമ്മളെ അതിനായിട്ട് ദൈവം ഒരുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരുന്നതായിട്ട് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ നാളുകളെ എണ്ണുവാൻ നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക എന്ന് നമുക്ക് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമുക്കറിയാം, ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനമില്ല എങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. പ്രിയ സഹോദരൻ, അനേകർ ഇന്നത്തെ കാലയളവിൽ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയും വിട്ട് മറ്റുള്ള പാത തേടി പോകുന്ന ഒരു അനുഭവത്തിലോട്ട് വരുന്നുണ്ട്. എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിനെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കാനാണ്. കാരണം അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു എന്നുള്ള വലിയൊരു സൂചന നമുക്ക് വെളിപ്പാട് പുസ്തകത്തെ ദൈവം തരുന്നുണ്ട്. ആ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, നമ്മൾ കിട്ടുന്ന ജീവിത യാത്രകളിൽ നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ഇവിടെ ആയിരിക്കുന്ന ഓരോ സഹജീവികളോടും നമ്മൾ സ്നേഹത്തിലും സന്തോഷത്തിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുവാനും അനേകരെ ഒരുക്കുവാനും ആണ് നമ്മളെല്ലാവരും ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ സമയത്ത് ഞാനിവിടെ നിർത്തുകയാണ്. ഇവിടെ പറയുന്ന ഒരിക്കൽ കൂടെ ആ തിരുവചനം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഈ തിരുവചന ഭാഗങ്ങളാൽ ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പാൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം എത്ര ക്ഷണികമാണ് എന്ന് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ദൈവമേ ഈ വചനത്തിലൂടെ ഞങ്ങൾ തന്നതിനാൽ അങ്ങ് സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓൺലൈനിലും ദൈവമേ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതയാത്രയിൽ അവരുടെ പാവങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ തക്കോണം പ്രിയ മക്കളെയും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടിക്ക സ്തോത്രം. സകലവും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.